ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇതിനോട് റിലേറ്റീവായിട്ട് ഈ ഒരു കണ്ടൻറ്റ് വരാനുള്ള കാരണം ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഈ അടുത്തിടെ എൻ്റെ ഒരു താമസം അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിയുമായിട്ടുള്ള താമസം ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പുതിയ ഫർണിച്ചറൊന്നും മേടിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധമുള്ള ഫർണിച്ചറുകൾ, കട്ടിൽ, ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, ചെയർസ്, കബോർഡുകൾ, ഇതുപോലെ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പർച്ചേസ് ആവശ്യമായിട്ട് ഞാൻ ഒരു കുറച്ച് യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പുകൾ സെർച്ച് ചെയ്ത് കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നമുക്ക് പറ്റിയ റേറ്റിലും നമുക്ക് പറ്റിയ സാധനങ്ങളും നല്ലതും നല്ല ക്വാളിറ്റിയുള്ളതും നല്ല കേടുവരാത്തതും കൂടുതൽ കേടുവരാത്തതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് ഞാൻ കുറച്ച് ഫർണിച്ചർ കടകളിൽ ഞാൻ കയറുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ചിലർ ചോദിക്കും, എങ്ങനെയാണ് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് തുടങ്ങാൻ കഴിയുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് 1 രൂപ ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് ഇക്ബാൽ ഉസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ് എന്ന ഒരു കണ്ടന്റിനെ കുറിച്ചിട്ട് നമുക്കറിയാം. നമ്മുടെ ടൗണുകൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല സെൻറ്ററുകളിലൊക്കെ നല്ല ക്രൗഡിലൊക്കെ തൃശ്ശൂർ ടൗൺ അല്ലെങ്കിൽ ഗുരുവായൂർ അല്ലെങ്കിൽ എറണാകുളം, കൊച്ചി, കോഴിക്കോട് എന്ന് പറയുന്ന വലിയ ടൗണുകൾ ബേസ് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഷിഫ്റ്റിംഗ് ജോലി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റിംഗ് ജോലി എന്ന് പറയുന്നത് ഫ്ലാറ്റുകളും വീടുകളും ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങൾ നമ്മൾ ഒരു 3-4 പേര് ചേർന്ന് ഒരു വണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് 3-4 പേര് ചേർന്ന് നമ്മൾ അവരുടെ സാധനങ്ങളെടുത്ത് അവർ എവിടേക്കാണോ വെക്കേറ്റ് ആവുന്നത്, അവരുടെ പുതിയ ഫ്ലാറ്റ് എവിടെയാണോ അവിടേക്ക് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സ്ഥലം ഏതാണോ അവിടത്തേക്ക് നമ്മൾ ആ സാധനങ്ങളെ നമ്മൾ തന്നെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി അവിടെ കയറ്റിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സംഭവത്തെയാണ് ഷിഫ്റ്റിംഗ് ജോലി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 4 പണിക്കാർ വേണ്ടി വരും, 4 പേര് പണിക്കാരായിട്ട് വേണ്ടി വരും. ഇത് ചെയ്യാൻ കാര്യങ്ങൾക്കായിട്ട് ഒരു വണ്ടി നമുക്ക് ആവശ്യമാണ്. പിന്നെ ആ വണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാനുള്ള രീതിയിലുള്ള കയറുകൾ, റോപ്പുകൾ നമ്മൾ സംഘടിപ്പിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിന് ആക്ച്വലി ആവശ്യമുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം നമുക്കിപ്പോൾ വണ്ടി എടുക്കാൻ നമുക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 4 നമ്മുടെ സുഹൃത്തുക്കൾ 4 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു പ്ലാൻ ചെയ്യാം. നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യാം. അല്ലെങ്കിൽ 4 ഈ ജോലി ചെയ്യാൻ തയ്യാറുള്ള 4 പേരെ നമ്മളൊന്ന് സമീപിച്ച് സംസാരിച്ചിട്ട് ഞാനിങ്ങനെ വർക്ക് വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തുകൊണ്ട് 4 പേരെ സംഘടിപ്പിച്ച് വെച്ച് ഇതുപോലെ ഷിഫ്റ്റിംഗ് നോട്ടീസുകളും അതൊക്കെ അടിച്ച് നമ്മുടെ നമ്പറൊക്കെ അടിച്ച് എല്ലാ മതിലുകളിലും എല്ലാ പോസ്റ്റുകളിലും എല്ലാ ഏരിയകളിലും നമ്മളതിനെ ഒട്ടിച്ച് നല്ല പബ്ലിസിറ്റി കൊടുത്ത് നമ്മളതിനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് വരും. ആ ഒരു പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 പേരെ സമീപിച്ചുകൊണ്ട് ഒരു വണ്ടി റെൻറ്റിനെടുത്ത് നമുക്കിത് കാര്യം നടത്താൻ കഴിയും. ഇനി വണ്ടി സ്വന്തമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമായിരിക്കും. 5000 രൂപ 6000 രൂപ വരെ ഇതിനെ ഷിഫ്റ്റിംഗ് 10000 രൂപ മേടിക്കുന്നവരും ഉണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടൊക്കെ ഫീ ഈടാക്കുന്നവരുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ജോലി ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷിഫ്റ്റിങ്ങൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ആളുകൾ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫർണിച്ചറുകൾ ഒരു പക്ഷേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാവും, അല്ലെങ്കിൽ അവർ സ്ഥലം മാറുന്ന മറ്റൊരു വെരി ലോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാവും, അല്ലെങ്കിൽ അവർക്ക് പുതിയ ഫർണിച്ചർ
പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് അങ്ങോട്ട് കൊണ്ടുവേണ്ട എന്നുള്ള ധാരണയിൽ ഇത് ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ളവരുണ്ട്. അത് ചെറിയ വിലക്ക് എന്ത് വില കിട്ടിയാലും അത് കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ള ചിന്താഗതിയിലുള്ളവരുണ്ട്. അതല്ല, നമുക്ക് എങ്ങനെയെങ്കിലും അത് ഒഴിവായി കിട്ടിയാൽ മതി, നമുക്കത് ഒന്നും വേണ്ട, അതെങ്ങനെയും എടുത്തു കൊണ്ടുപോകുമോ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫർണിച്ചറുകൾ നമ്മൾക്ക് കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്കതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ്, അത് ഒരു ഹബ്ബ്, നമ്മൾ ഒരു വലിയൊരു സ്പേസ് തന്നെ ഈ ഫർണിച്ചർ ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി, അത് നമുക്ക് ചെറിയ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഷെഡ് ഇട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏരിയകളിൽ അത്ര സ്പേസ് ഉണ്ടെങ്കിൽ അതിന് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. തുടക്കത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ പല രീതിയിൽ നമുക്കതിനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് സ്വരൂപിച്ചുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഫിനാൻഷ്യൽ ബാലൻസിങ് അനുസരിച്ചുകൊണ്ട് നമുക്കിതുപോലെ ഒരു ചെറിയ പൈസക്ക് ഒഴിവാക്കുന്ന ഇതുപോലുള്ള ഫർണിച്ചറുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിന് പോളിഷ് ചെയ്ത് അതിന് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല വൃത്തിയിൽ പോളിഷ് ചെയ്ത് അതിനൊരു പുതിയ ഫർണിച്ചറിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് അതിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്കതിൻ്റെ പുതിയത് വാങ്ങുന്നതിൻ്റെ ഒരു പകുതി വിലക്ക് ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും സെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും വളരെ മികച്ചൊരു ബിസിനസ് രീതിയാണ് യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ് എന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള യൂസ് കാർസ്, യൂസ് ബൈക്സ്, യൂസ് ഫോൺസ്, യൂസ് ലാപ്ടോപ്സ്, അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിക്കും യൂസിൻ്റെ ഒരു മാർക്കറ്റ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സാധ്യതയും ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ് എന്നുള്ളത്. സോ ആർക്കെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു മൂഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് യൂസഫ് ഫർണിച്ചർ ഷോപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് നിങ്ങൾക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. വിത്ത് നിങ്ങൾക്കൊരു ഒരു ഒരു സർവീസ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഷിഫ്റ്റിംഗ് മേഖലയും കൂടി ഇതിൽ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ബ്രാൻഡ്, ഒരു കമ്പനി നെയിമിൽ നിങ്ങൾക്ക് ഇതുപോലെ ടൗണുകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും 100%. സോ പുതിയ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.